ഈ വർഷത്തെ തുടക്കം എന്തായാലും പിഴച്ചില്ല. എല്ലാരും ചോദിക്കുന്ന പോലെ എല്ലാ ദിവസവും വീഡിയോ ഇടാന്ന് കരുതിയപ്പോൾ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എവിടെന്നെങ്കിലും നല്ല അടിപൊളി ഒരു തടസ്സം ഉണ്ടാകും. അങ്ങനെ ഇത്തവണത്തെ രോഗിയിൽ ഒരു ചേഞ്ച് ഉണ്ട്. അമ്മയ്ക്ക് പകരം പൊന്നു. എന്തായാലും ദൈവം വിചാരിച്ചു കാണും സമയദോഷം അങ്ങനെ പെട്ടെന്നൊന്നും തീർക്കണ്ടാന്ന്. എന്നിട്ടിപ്പോ 2-ാം തീയതിയുടെ ഹോസ്പിറ്റൽ യാത്ര കഴിഞ്ഞ് 3-ാം തീയതി ഇറങ്ങി. സംഭവം ചെറിയൊരു പനിയിൽ തുടങ്ങിയതാണ്. ഇപ്പോ ദേഹം മൊത്തം നല്ല കുരുക്കളായി. എന്തായാലും അങ്ങനെ ഇപ്പോ വീട്ടിലെ വാർഡുകളുടെ എണ്ണം 2ആയി. ഒന്നിൽ അമ്മയും മറ്റൊന്നില് പൊന്നും. എന്തായാലും ലൈഫിൽ കുറച്ച് മാറ്റം ഉണ്ടായെന്ന് കരുതിയ എന്റെ ജീവിതത്തില് പഴയതുപോലെ തന്നെയാണ്. പിന്നെ ഇപ്പൊ ഉണ്ടായ മാറ്റം രോഗികളുടെ എണ്ണം 2ആയി. എന്നിട്ടിപ്പോ 2 ദിവസമായി വീടെല്ലാം തൂത്തുവാരിയിട്ട് അതെല്ലാം ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കിയിട്ട് വേണം അടുക്കളയിലേക്ക് കയറാൻ. പണ്ടപ്പോഴോ അനുഭവത്തിൽ നിന്നും മനസ്സിൽ കയറി കൂടിയ ഒരു കാര്യമാണ്. ഒരിക്കലും ഒരു കാര്യത്തിനും ആരെയും പ്രതീക്ഷിക്കരുത്. അവനവന് വേണമെങ്കിൽ അവനവൻ തന്നെ ചെയ്യണം. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാവാം എന്തു വന്നാലും തോറ്റു കൊടുക്കില്ല എന്നൊരു വിശ്വാസമുള്ളത്. അതുകൊണ്ടിപ്പോ അംഗത്തിനായി അടുക്കളയിലേക്ക് കയറി. അപ്പോൾ ഇന്നുച്ചത്തെ ആഹാരം എന്ന് പറയുന്നത് നല്ല അടിപൊളി പയറും കഞ്ഞിയും ചുട്ടരച്ച ചമ്മന്തിയും നല്ല നാരങ്ങച്ചാറും. കല്യാണത്തിന്റെ ഭാഗമായിട്ട് വലിയൊരു കുക്കർ കിട്ടിയതുകൊണ്ട് ആദ്യം തന്നെ കഞ്ഞി റെഡിയായി. പെട്ടെന്ന് നോർമൽ ഒരു ചമ്മന്തി ഉണ്ടാക്കാനുള്ളതിന് അഹങ്കാരം പിടിച്ച ഞാൻ ഇപ്പോൾ ചുട്ടരച്ച ചമ്മന്തിക്കുള്ള പണി തുടങ്ങി. എന്നിട്ടിപ്പോൾ ആവശ്യത്തിനുള്ള വറ്റൽമുളകും ഉള്ളിയൊക്കെ ചുട്ടെടുത്തതിന് ശേഷം ഇഞ്ചിയും 4 പച്ചമുളകും ശകലം പുളിയും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് അങ്ങ് അരച്ചിങ്ങെടുത്തു. ഇനി ഇവനെ എടുത്ത് നല്ല ഉരുട്ടിയെടുത്ത് വെക്കുമ്പോഴേക്കും നല്ല ചുട്ടരച്ച ചമ്മന്തിയായി. എനിക്ക് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം മറ്റുള്ളവരിൽ നിന്നും അതിന്റെ ടേസ്റ്റിന്റെ അഭിപ്രായം കേൾക്കുന്നതാണ്. ആദ്യമൊക്കെ പണി പാളിയിട്ടുണ്ടെങ്കിലും പിന്നെ എപ്പോഴൊക്കെയോ അനുഭവവും അവസ്ഥയും കൊണ്ട് കുക്കിങ്ങും പഠിച്ചു. അങ്ങനെ ഇപ്പോൾ ആദ്യം അച്ഛനും അമ്മയ്ക്ക് ആഹാരം കൊടുത്തിട്ട് അടുത്ത പൊന്നൂന് വേണ്ടിയിട്ടുള്ള കഞ്ഞി എടുത്തു. നല്ല പനി ഉണ്ടായത് കൊണ്ടാവാം പാവം കഞ്ഞി കുടിക്കാൻ പോലും കൂട്ടാക്കില്ല. അങ്ങനെ പൊന്നൂനും കഞ്ഞി കൊടുത്തിട്ട് ഞാനും കുടിച്ചു. അങ്ങനെ ഞാൻ കഞ്ഞി കുടിച്ചപ്പോഴേക്കും സമയം ഏതാണ്ട് 3 മണിയാവാറായി. അങ്ങനെ അതും കഴിഞ്ഞ് രാത്രി പുട്ടുണ്ടാക്കാനുള്ള പരിപാടി. വീട്ടിൽ രോഗികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ രാത്രി ഉണ്ടാക്കുന്നത് ഗോതമ്പിലെയോ അല്ലെങ്കിൽ ഓട്സോ ആയിരിക്കും. അങ്ങനെ ഇന്നലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇന്ന് രാവിലെ ആയപ്പോൾ വീണ്ടും നേരെ ഹോസ്പിറ്റലിലേക്ക്. ഇങ്ങനെ പോയാൽ ഈ വർഷവും ഞാൻ പൊടി പൊടിക്കും. അങ്ങനെ ഈ ഇടയ്ക്കുള്ള 2-3 ദിവസത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്.